ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ LD ടൈപ്പിസ്റ്റ് ഈ വർഷം നടക്കാനായിട്ട് പോകുന്നുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 3 എണ്ണമാണ് ഈ വർഷം വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏക്കെ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി വരാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റും നിയമസഭയും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റുമാണ്. സോ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ നല്ല ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ നമ്മൾ ടൈപ്പിസ്റ്റ് എക്സാമിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10 മാർക്കാണ് അവിടെ ജനറൽ നോളേജ് ഉള്ളത്, 10 മാർക്കാണ് അവിടെ ജനറൽ പേപ്പർ എന്നുള്ള ഭാഗത്തുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലതവണ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിലബസിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു ഏരിയ ആണ് കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള റിനൈൻസൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ കേരള റിനൈൻസൻസുമായിട്ട് ബന്ധപ്പെട്ട ചില PYQs മുൻ വർഷങ്ങളിൽ ടൈപ്പിസ്റ്റ് എക്സാമിന് ചോദിച്ച ചില PYQ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് അയ്യ വൈകുണ്ഠ സ്വാമികൾ? അയ്യ വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് പറയുന്നത്? കേരളം അല്ലെങ്കിൽ തിരുവിതാംകൂർ കണ്ട ഏറ്റവും വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു അയ്യ വൈകുണ്ഠൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ടുള്ള പ്രസ്താവനകൾ, ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കൺസെൻട്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആളാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നുണ്ട്. ഈ ഓർഗനൈസ്ഡ് ദി കല്ലുമാല അജിറ്റേഷൻ, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ ആളാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? ഈ സ്റ്റൂഡ് ഫോർ ഓപ്പണിംഗ് അപ്പ് പബ്ലിക് റോഡ്സ് ഫോർ ദ ലോവർ കാസ്റ്റസ്. താണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പബ്ലിക് റോഡുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് നേതൃത്വം കൊടുത്ത ആളെന്ന് പറയുന്നുണ്ട്. ഹി ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക്, അതായത് തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. സോ ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഹി സ്റ്റുഡ് ഫോർ ഓപ്പണിംഗ് ഓഫ് പബ്ലിക് റോഡ്സ് ഫോർ ദ ലോവർ കാസ്റ്റ്. താണ ജാതിയിൽപ്പെട്ടവർക്ക് പബ്ലിക് റോഡുകൾ ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും വാദിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അയ്യ വൈകുണ്ഠൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയും ആര് തന്നെയാണ്? അയ്യ വൈകുണ്ഠനാണ്. ഇതിൽ ഈ പറയുന്ന കല്ലുമാല അജിറ്റേഷനും അതോടൊപ്പം തന്നെ ലേബർ സ്ട്രൈക്കും, വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത് അയ്യൻകാളിയായിട്ടാണ്. കല്ലുമാല സമരം അയ്യൻകാളിയുടേതാണ്. അതോടൊപ്പം ലേബർ സ്ട്രൈക്ക് എന്നുള്ളത് കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ളത് അയ്യൻകാളി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. സോ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നതാണ് ബി. ഓൺലി 1 and 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്ട്സിലേക്കാണ് പോകുന്നത്. വൈകുണ്ഠ സ്വാമികൾ അല്ലെങ്കിൽ അയ്യ വൈകുണ്ഠൻ എന്നാണ് പേര്. അദ്ദേഹം ജനിച്ചത് 1809 കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ പൂവണ്ടൻ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് അല്ലെങ്കിൽ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരെങ്കിലും പിന്നെ അദ്ദേഹം മുത്തുക്കുട്ടി എന്ന പേരാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഒരു നാടാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. അന്നത്തെ കാലത്ത് സോ കോൾഡ് ആയിട്ടുള്ള ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിച്ചൂടും പെരുമാൾ എന്നുള്ള പേരൊന്നും അദ്ദേഹത്തിന് പബ്ലിക്കിൽ വിളിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മുത്തുക്കുട്ടി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് 1833 തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ബോധോദയം ഉണ്ടാകുകയാണ്, ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം 1851 സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം സമാധി അടങ്ങുകയാണ് ചെയ്യുന്നത്. സമാധിയായിട്ട് അദ്ദേഹം സാധാരണ മരണമായിരുന്നില്ല, സമാധി എന്ന രീതിയിലുള്ള മരണമായിരുന്നു അയ്യ വൈകുണ്ഠർക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം 1836 സ്ഥാപിച്ച ഒരു നവോത്ഥാന സംഘടനയാണ്. ആദ്യകാല നവോത്ഥാന സംഘടനകളിൽ പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് സമത്വ സമാജം. 1836 ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 1836 സമത്വ സമാജം അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം തുടങ്ങിയ ഒന്നായിരുന്നു സമപന്തി ഭോജനം എന്ന് പറയുന്നത്. സമപന്തി ഭോജനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അയ്യ വൈകുണ്ഠനാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരായിരുന്നു? നമ്മുടെ വൈകുണ്ഠ സ്വാമികളായിരുന്നു. പലരും വിചാരിക്കുന്ന പോലെ ശ്രീനാരായണ ഗുരു അല്ല. ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ കളവങ്കോട് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് നടത്തുന്നത്
നമ്മുടെ വൈകുണ്ഠ സ്വാമികളായിരുന്നു. അതോടൊപ്പം മുന്തിരി കിണർ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിൽ അദ്ദേഹം സ്ഥാപിച്ച എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും വന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു മുന്തിരി കിണർ എന്ന്. കാരണം ഈ കിണറുകൾ എന്നുള്ളത് പലപ്പോഴും കേരളത്തിൽ അത്ര കോമൺ അല്ലെങ്കിലും പലപ്പോഴും ജാതിത്വത്തിന്റെ അടയാളമായിട്ടുള്ള ഒന്നാണ് കിണറുകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിണറായിരുന്നു മുന്തിരി കിണർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ടർബനാസ് പ്രൊട്ടസ്, അതായത് ടർബൻ എന്ന് പറയുമ്പോൾ തലപ്പാവ. ഈ തലപ്പാവ എന്നുള്ളത് ഉയർന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രമായിരുന്നു അന്ന് ധരിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് തനിക്കും ധരിക്കാൻ പറ്റുമെന്ന രീതിയിൽ ചൂടിയ ഒരു വ്യക്തിയായിരുന്നു അയ്യ വൈകുണ്ഠർ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ എന്നതിന് ഉപരി ഒരു പൊളിറ്റിക്കലി സ്വാതന്ത്ര്യ സമര സേനാനി എന്നും പലപ്പോഴും വിശേഷിപ്പിക്കാവുന്ന പലതും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നിട്ടുണ്ട്. ഹി കോൾ ദ ബ്രിട്ടീഷ് റൂൾ വെണ്ണീച്ച ഭരണം, അതായത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഭരണം വെണ്ണീച്ച ഭരണമാണെങ്കിൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണം എന്നുള്ളത് കരിനീച്ച ഭരണം എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹിസ് ഐഡിയാസ് ഹെവിലി ഇൻഫ്ലുവൻസ് ചാന്നാർ റിവോൾട്ട്. നമ്മൾ ചാന്നാർ റിവോൾട്ട് പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഈ 1850കളിൽ നടന്ന ചാന്നാർ ലഹള അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആണ് കൂടുതൽ ഇന്റൻസിഫൈ ആയത്. ഈ ചാന്നാർ ലഹളയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹള എന്നുള്ളത് ചാന്നാർ സമുദായത്തിൽ ഉള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ഒരു സമരമായിരുന്നു. അതിനേറെ പിന്തുണ നൽകിയ ഒരു വ്യക്തിയായിരുന്നു വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് റാഡിക്കൽ വ്യൂസ് ഹി വാസ് അറസ്റ്റഡ് ബൈ കിങ് സ്വാതി തിരുനാൾ ഇൻ 1838. അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള വിപ്ലവാത്മകമായ ചിന്തകൾ മൂലം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 1838 സ്വാതി തിരുനാൾ തടങ്കലിലാക്കി. ആൻഡ് ഇംപ്രസ്ഡ് ആറ്റ് ശിങ്കാരത്തോപ്പ് ജയിൽ, അദ്ദേഹത്തിനെ പാർപ്പിച്ച ജയിലിന്റെ പേരായിരുന്നു ശിങ്കാരത്തോപ്പ് ജയിൽ. വേർ ഹി വാസ് റിപ്പോർട്ട്ലി സബ്ജക്റ്റഡ് ടു ടോർച്ചർ ബട്ട് റിമെയിൻഡ് റെസൈൽ. അദ്ദേഹത്തിനെ പല കൊടിയ പീഡനങ്ങൾക്കും വിധേയനാക്കിയെങ്കിലും അദ്ദേഹം അതിൽ നിന്നും പിന്മാറാണ്ട് തന്റെ പോരാട്ടങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്ഥാപിച്ച ആ ഒരു ടീച്ചിങ് മെത്തേഡായിരുന്നു അയ്യാവഴി. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എല്ലാം അയ്യാവഴി എന്നുള്ള ആ ഒരു പാത്താണ് പിന്നീട് ഫോളോ ചെയ്തത്. ഹിസ് ടീച്ചിങ് ഇവോൾവ് ഇൻ ടു എ ഡിസ്റ്റിങ് ബിലീഫ് സിസ്റ്റം കോൾഡ് അയ്യാവഴി. അയ്യാവഴി എന്ന് പറയുന്ന അല്ലെങ്കിൽ പാത്ത് ഓഫ് ദ ഫാദർ എന്ന് പറയുന്ന ഒരു ചിന്താധാരയാണ് അദ്ദേഹം രൂപം കൊടുത്തത്. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ബുക്കുകളാണ് അഖിലത്തിരുട്ടും പിന്നെന്താണ് അമ്മണൈ ആൻഡ് അരുൾനൂല്. അഖിലത്തിരുട്ട്, അമ്മണൈ ആൻഡ് അരുൾനൂല്. ഇതിൽ അരുൾനൂലും അഖിലത്തിരുട്ടും PSC പലതവണ പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അയ്യ വൈകുണ്ഠരുടെ പാത്ത് ഫോളോ ചെയ്യുന്ന ആളുകൾ സ്ഥാപിച്ച ഒരു ചിന്താധാരയാണ് എന്തെന്ന് പറയുന്നത് അയ്യാവഴി എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു പ്രത്യേക മതം എന്ന രീതിയിലൊക്കെയാണ് അയ്യാവഴി ട്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് അഖിലത്തിരുട്ട്, അമ്മണൈ, അതോടൊപ്പം തന്നെ അരുൾനൂല്. ഇതിൽ അരുൾനൂലും അഖിലത്തിരുട്ടും പല പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വർഷിപ്പ് സെന്റർ, അദ്ദേഹം സ്ഥാപിച്ച ആരാധന കേന്ദ്രങ്ങൾ വിളിക്കുന്ന പേരാണ് പതികളെന്നും അതോടൊപ്പം തന്നെ നിഴൽ തങ്കളെന്നും. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഒன்றേ ഉലകം, ഒன்றേ കുലം, ഒன்றേ ദൈവം, ഒன்றേ ജാതി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ? പണ്ഡിറ്റ് KP കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. രണ്ടെന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ ഏതാണെന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നുണ്ട്, അത് പണ്ഡിറ്റ് കറുപ്പന്റെ അല്ല, അത് പൊയ്കയിൽ യോഹന്നാന്റെയാണ്. പിന്നെ സമത്വ സമാജം, സമത്വ സമാജം നമ്മളിപ്പോൾ പഠിച്ചുള്ളത് ആരുടെയായിരുന്നത്? സമത്വ സമാജം എന്നുള്ളത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. പിന്നെ യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിന്റെയാണ്. ഈ വീട്ടിൽ ഭട്ടതിരിപ്പാടക്കമുള്ള നമ്പൂതിരിമാരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പിന്നെ ഇവിടെ എന്തുണ്ട്? അരയ സമാജം ഉണ്ട്. ഈ അരയ സമാജമാണ് ശരിക്കും പറഞ്ഞാൽ ആര് സ്ഥാപിക്കുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിക്കുന്നത്. സോ 4 D is the correct answer. D is the correct answer. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോകുന്നു? പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിറ്റ് കറുപ്പൻ, അതോടൊപ്പം തന്നെ ഇവിടെ ചില സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘടനകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഫോം ചെയ്തത് 1909 ഇരവിപേരൂരിലെ 1909 എന്ത് സ്ഥാപിതമാകുന്നത്? ഈ ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRD സ്ഥാപിതമാകുന്നത്. ഫൗണ്ടർ എന്ന് പറയുന്നത് പൊയ്കയിൽ യോഹന്നാനാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ്
കുമാര ഗുരുദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ലിബറേറ്റ് ദ ദളിത് കമ്മ്യൂണിറ്റി ഫ്രം ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഓപ്പറേഷൻ ഓഫ് ബോത്ത് ഹിന്ദുയിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഹിന്ദു മതത്തിലെയും ക്രിസ്തു മതത്തിലെയും അനാചാരങ്ങളിൽ പെട്ടുകിടന്നിരുന്ന അല്ലെങ്കിൽ ദുഷിച്ച അയിത്തം എന്ന് പറയുന്ന ആചാരത്തിൽ പെട്ടുകിടന്ന ക്രിസ്ത്യൻ ദളിത് വിഭാഗം, അതായത് എന്ന് വെച്ചാൽ കുറെ അധികം ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മതം മാറി, ഹിന്ദുയിസത്തിൽ നിന്ന് മാറി ക്രിസ്ത്യാനിറ്റി അവർ ഫോളോ ചെയ്തു. പക്ഷെ അവർ ഫോളോ ചെയ്തപ്പോഴും അവർ ദളിതാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഐഡന്റിറ്റി ആയിരുന്നു അവർ ക്രിസ്ത്യാനിറ്റി ചെന്നപ്പോഴും ഉണ്ടായിരുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ സവർണത ഫോളോ ചെയ്യുന്ന ഒത്തിരി അധികം ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചോളം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു അവനൊരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് വന്നിരിക്കുന്നത്. സോ അവന് ഹിന്ദുയിസത്തിൽ എങ്ങനെയായിരുന്നു അവിടെ കാര്യങ്ങൾ, അവിടെ തന്നെ അവരത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അവരെ മുഖ്യധാരയിൽ നിന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. സോ അതിനെ മോചിപ്പിക്കാനായിട്ട് അവര് ആ ഒരു ദളിത് ഇതിന്റെ പേരിൽ മാറ്റി നിർത്തിയത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് എതിരെയുള്ള ഒരു സംഘടനയായിരുന്നു എന്തെന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു കൊയ്കേൽ യോഹന്നാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന മറ്റൊരു സംഘടനയായിരുന്നു സമത്വ സമാജം എന്നുള്ളത്. 1836 സമത്വ സമാജം ഫോം ചെയ്യുന്നത്. ഫൗണ്ടർ എന്ന് പറയുന്നത് ആരായിരുന്നു? അയ്യ വൈകുണ്ഠ സ്വാമികളായിരുന്നു ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ റിജിഡ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പൊല്യൂഷൻ റൂൾസ് ഇൻ ദ സതേൺ ട്രാവൻകൂർ എസ്പെഷ്യലി അമംഗ് നാടാർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന അവരുടെ ജാതിപരമായിട്ടുള്ള പിന്നാക്ക അവസ്ഥ പരിഹരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു സമത്വ സമാജത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയ്യ വൈകുണ്ഠരായിരുന്നു അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനിലേക്ക് വരികയാണെങ്കിൽ അരയ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്ന ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 ഈ ഒരു സംഘടന സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഓർഗനൈസ് ദി അരയ കമ്മ്യൂണിറ്റി ഓഫ് കേരള, അഡ്വക്കേറ്റ് ഫോർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഗെയിൻ റെപ്രസെന്റേഷൻ ദ ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ. അതായത് ഗവൺമെന്റ് അതോടൊപ്പം ലെജിസ്ലേച്ചറിൽ ഈ അരയ സമാജത്തിന്റെ അരയ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷന് വേണ്ടി വാദിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു KP കറുപ്പൻ. അതിനുവേണ്ടി അദ്ദേഹം ഫോം ചെയ്ത സംഘടനയായിരുന്നു അരയ സമാജം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യോഗക്ഷേമ സഭയിലേക്ക് വരികയാണെങ്കിൽ ഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് യങ് നമ്പൂതിരി റിഫോമേഴ്സ് ഇൻക്ലൂഡിംഗ് VT ഭട്ടതിരിപ്പാട് ആൻഡ് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ള നമ്പൂതിരി യുവാക്കൾ സ്ഥാപിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. അതെന്നാണ് വർഷം എന്ന് നോക്കുകയാണെങ്കിൽ 1908 ഈ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മോഡേണൈസ് ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി ഓഫ് കേരള. അതായത് നമ്പൂതിരി സമുദായത്തിനെ അവരെന്ത് ചെയ്യുക, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ അനാചാരങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊടുത്ത് പുരോഗമനവാദം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദർ ഫേമസ് ഗൈഡിങ് പ്രിൻസിപ്പിൾ വാസ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. emphasizing that social progress is more important than rigid ritualistic tradition. അതായത് ആചാരങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ആ ഒരു സമുദായത്തിലേക്ക് പുരോഗമനം കൊണ്ടുവരിക, ലിബറൽ ചിന്തകൾ കൊണ്ടുവരിക, കൂടുതൽ കൺസർവേറ്റീവ് ചിന്തകളൊക്കെ വെടിയുക എന്നുള്ളതായിരുന്നു ഈ ഒരു സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇത് താഴെ തന്നിരിക്കുന്നവർ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആത്മവിദ്യാസംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചട്ടമ്പി സ്വാമികൾ. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. സാധുജന പരിപാലന സംഘം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അയ്യൻ കാളി ഫോർ ദളിറ്റ്സ്. ഇതെന്താണ്? ശരിയാണ്. ഇനി 3, കുമാര ഗുരുദേവൻ വാസ് സ്റ്റാർട്ടഡ് അരയ സമാജം. ഇതെന്താണ്? തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2 മാത്രം, ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആത്മവിദ്യാസംഘം എന്ന് പറയുന്നുണ്ട് 1917 ആത്മവിദ്യാസംഘം സ്ഥാപിതം ആകുന്നത്. അതോടൊപ്പം തന്നെ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ വാഗ്ഭടാനന്ദനാണ്. ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വെച്ചിട്ടാണ് വാഗ്ഭടാനന്ദൻ ഇത് സ്ഥാപിക്കുന്നത്. ഇതിന്റെ മോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉണർത്തുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എണീൽപ്പിൻ, അനീതിയോട് എതിർപ്പ് നിൽപ്പിൻ എന്ന് പറയുന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എറാഡിക്കേറ്റ് ദ ഈബിൾ കസ്റ്റംസ് ഓഫ് ദ ടൈം സച്ച് ആസ് ഐഡൽ വർഷിപ്പ്, ആനിമൽ സാക്രിഫൈസ് ആൻഡ് ദ റിജിഡ് കാസ്റ്റ് സിസ്റ്റം. പ്രധാനപ്പെട്ട ലക്ഷ്യം കാസ്റ്റ് സിസ്റ്റം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ
വിഗ്രഹാരാധന, മൃഗങ്ങളെ ബലി നൽകുക എന്നുള്ള കാര്യങ്ങൾക്ക് എതിരായിരുന്നു ഈ ഒരു ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഇവരുടെ കോൺട്രിബ്യൂഷൻസും ആക്ഷൻസും നോക്കുകയാണെങ്കിൽ അഭിനവ കേരളം എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘത്തിന്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ആയിരുന്നു ഈ പറയുന്ന അഭിനവ കേരളം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രീതി ഭോജനം എന്ന് പറയുന്നത് സംഘം ഓർഗനൈസ്ഡ് ലവ് ഫീസ്റ്റ് വെയർ പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റസ് എന്ന് പറയുന്നത്, അതായത് പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അതിനാണ് അവർ പ്രീതി ഭോജനം എന്ന പേരിൽ വിളിച്ചത്. The Lourdes Mission incident, intellectual debates with Christian missionaries and Orthodox Hindus to defend his rationalist interpretation of spirituality. അതായത് വാഗ്ഭടാനന്ദന്റെ ആ ഒരു എന്താ പറയാ ഒരു സ്പിരിച്വാലിറ്റി അദ്ദേഹം കൊണ്ടുവന്ന വിഗ്രഹാരാധനയും അതോടൊപ്പം പ്രത്യേകം ഏതെങ്കിലും ദൈവത്തെ പറയാണ്ടുള്ള ചിന്തയായിരുന്നു വാഗ്ഭടാനത്തിനുണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ലൂർദ് മിഷൻ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഏത് നവോത്ഥാന സംഘടനയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണത്? നമ്മുടെ ആത്മവിദ്യാ സംഘം ആണ്. അതോടൊപ്പം നമുക്ക് വാഗ്ഭടാനന്ദന്റെ ചില കൃതികൾ നോക്കാം. ഒന്നെന്ന് പറയുന്ന ആത്മവിദ്യാ ലേഖനം, അഭിനവ കേരളം, ആധ്യാത്മായുധം, ഗാന്ധിജിയും ശാസ്ത്രവും എന്നുള്ള കൃതികളും വാഗ്ഭടാനന്ദൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ 3 വാക്കുകൾ നമ്മൾ പറഞ്ഞു. 3 അല്ല 2 പറഞ്ഞത്. സമപന്തി ഭോജനം എന്നും പറഞ്ഞു, പ്രീതി ഭോജനം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തുണ്ട്? മിശ്ര ഭോജനമുണ്ട്. പലപ്പോഴും PSC ചോദിക്കുന്നതാണ്. അയ്യ വൈകുണ്ഠരായിരുന്നു സമപന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയത്. ഫോക്കസ് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടത്തിൽ, ഇടക്കുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു സമപന്തി ഭോജനം നടക്കുന്നത്. ഇനി സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം എടുക്കുന്നത്. മിശ്ര ഭോജനം എന്നുള്ളത് സഹോദരൻ അയ്യപ്പന്റെ ഐഡിയ ആണ്. ഫോക്കസ്ഡ് ഓൺ ഇൻക്ലൂഡിങ് ദ അൺടച്ചബിൾ കമ്മ്യൂണിറ്റി, അതായത് പല ജാതിയിൽപ്പെട്ട കമ്മ്യൂണിറ്റികൾ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു മിശ്ര ഭോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം കൊണ്ടുവരുന്നത്. ഓർഗനൈസ്ഡ് ബൈ ദ ആത്മവിദ്യാ സംഘം ടു പ്രൊമോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ആത്മവിദ്യാ സംഘത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു പ്രീതി ഭോജനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ടോ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ എന്തിന് സപ്പോർട്ടാണ് നൽകിയത്? ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, സോൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. എല്ലാവർക്കും അറിയാവുന്നതാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് PSC. ഉത്തരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് ഈ ഒരു സവർണ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഒരു സവർണ ജാഥ എന്ന് നോക്കാം. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ആരാണ് അല്ലെങ്കിൽ ഏത് സംഘടനയാണ് ഇത് നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS ആയിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാണ് തുടങ്ങുന്നത് നോക്കുകയാണെങ്കിൽ 1924 നവംബർ 1-ാം തീയതിയാണ് ഈ ഒരു ജാഥ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വൈക്കമായിരുന്നു. വൈക്കത്തായിരുന്നു ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. എവിടെയാണ് നിന്നതെന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കവടിയാറായിരുന്നു ഈ ഒരു സവർണ ജാഥയുടെ എൻഡിങ് എന്ന് പറയുന്നത്. 1924 നവംബർ മാസം 1-ാം തീയതിയാണിത് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടർ ആയിരുന്നു മഹാത്മാഗാന്ധി. കാരണം മഹാത്മാഗാന്ധിയുടെ ഐഡിയ ആയിരുന്നു ഈ ഒരു സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ആശീർവാദം കൂടി ഇതിനുണ്ടായിരുന്നു. പാർട്ടിസിപ്പൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടഡ് വിത്ത് അപ്രോക്സിമേറ്റ്ലി 500, റീച്ചഡ് അപ്രോക്സിമേറ്റ്ലി 5000 ബൈ തിരുവനന്തപുരം. 500 പേരായിട്ട് തുടങ്ങിയ ഈ ഒരു ജാഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഏകദേശം 5000-ഓളം പേരായിട്ട് കൂടുകയാണ് ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രസന്റ് എ മെമ്മറാണ്ടം ടു റീജൻ മഹാറാണി സേതുലക്ഷ്മി ബായി. അതായത് സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വൈക്കം ക്ഷേത്രത്തിൽ വഴി നടക്കുന്നത് കുഴപ്പമില്ല, താണ ജാതിക്കാർ വഴി നടക്കുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല, അവർ സപ്പോർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് ചെയ്തത്. ഇതിന്റെ കോർ ഡിമാൻഡ് ഓപ്പൺ റോഡ്സ് അറൗണ്ട് വൈക്കം ടെമ്പിൾ ടു ഓൾ കാസ്റ്റസ്. അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിന് അടുത്തുകൂടിയുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റഡ് അപ്പർ കാസ്റ്റ് സോളിഡാരിറ്റി ഫോർ ലോവർ കാസ്റ്റ് റൈസ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പർ കാസ്റ്റുകാരുടെ ഒരു സോളിഡാരിറ്റി ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. അടുത്തത് മറ്റൊരു ചോദ്യം. വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് അസോസിയേറ്റ് വിത്ത് ദ ആനന്ദ മഹാസഭ ആൻഡ് ദി ആനന്ദ ആദർശ ഫിലോസഫി വിച്ച് എക്സ്പ്ലിസിറ്റ്ലി റിജക്റ്റഡ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ് ആൻഡ് ഓർഡൽ വർഷിപ്പ്. വേദങ്ങളുടെയും വിഗ്രഹാരാധനകളുടെയൊക്കെ ആ ഒരു സ്വത്വത്തെ ചോദ്യം ചെയ്ത ആനന്ദ മഹാസഭ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആനന്ദ ആദർശ, ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്ന ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. വേദങ്ങളെ ചോദ്യം ചെയ്തു, ഐഡൽ വർഷിപ്പിനെ ചോദ്യം ചെയ്തു, അങ്ങനെയൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഗോവിന്ദ മേനോൻ, കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥമായിട്ടുള്ള പേരെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് ആലത്തൂർ ശിവയോഗി. ആലത്തൂർ ശിവയോഗി എന്ന പേരിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നുള്ള പേര് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത് അയ്യത്താൻ ഗോപാലാണ്. അയ്യത്താൻ ഗോപാലാണ് ഈ ഒരു പേര് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്നത്. ആനന്ദ, അതോടൊപ്പം തന്നെ രാജയോഗ എന്ന് പറയുന്ന 2 ഫിലോസഫി അദ്ദേഹം പ്രൊപ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് ആനന്ദ മഹാസഭ 1918 സ്ഥാപിക്കുന്നത്. ഈ എസ്റ്റാബ്ലിഷ്ഡ് സിദ്ധാശ്രമം ഇൻ ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ അദ്ദേഹം ഒരു സിദ്ധാശ്രമവും സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, സാഹിത്യമായിട്ടുള്ള വർക്കുകൾ നോക്കുകയാണെങ്കിൽ മോക്ഷപ്രദീപം, ആനന്ദാശ്രമം, സ്ത്രീവിദ്യാപോഷിണി, ജ്ഞാനക്കുമ്മി, ആനന്ദ കൽപ്പദ്രുമം, ശിവയോഗ രഹസ്യം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകൾ ആണ്. സാഹിത്യ രചനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം സാമൂഹ്യ വിമർശനമാണ് അതിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു നമ്മുടെ വാഗ്ഭടാനന്ദൻ. നമ്മൾ കുറച്ച് ആത്മവിദ്യാ സംഘത്തിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. വാഗ്ഭടാനന്ദനെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥ പേരെന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കും ഉള്ള പേരെന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിക്കുന്നത്. വാഗ്ഭടാനന്ദൻ എന്നുള്ള പേര് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഫോളോ ദി അദ്വൈത ഫിലോസഫി, അദ്വൈത എന്ന് പറയുന്ന ഫിലോസഫിയുടെ ആളായിരുന്നു വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. പോപ്പുലറൈസ്ഡ് അവേക്ക്, റിമെമ്പർ ദ ക്രിയേറ്റർ, റൈസ് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ്. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട മോട്ടോ. അത് തന്നെയായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെയും മോട്ടോ എന്ന് പറയുന്നത്. അദ്ദേഹം ആത്മവിദ്യാ സംഘം 1917 ആലത്തൂർ വെച്ചിട്ടാണ് സ്ഥാപിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്നും വളരെ ആക്റ്റീവായിട്ടുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒന്നാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ആത്മവിദ്യ, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം ഒക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ആണ്. ഓക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. 1853 മുതൽ 1924 വരെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് കുഞ്ഞൻ പിള്ള, അതോടൊപ്പം അയ്യപ്പൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. നഗരത്തിനടുത്തുള്ള കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതോടൊപ്പം തന്നെ ജ്ഞാനപ്രജാഗരം എന്ന് പറയുന്ന ആ ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ഒത്തിരി പേരുടെ ശിഷ്യത്വം സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഐ വാസ് എ ഡിസിപ്ലിൻ ഓഫ് തൈക്കാട് അയ്യ, മനോന്മണിയം സുന്ദരൻ പിള്ള ആൻഡ് പേട്ടയിൽ രാമൻ പിള്ള എന്ന പോലെയുള്ള ആളുകളുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത സാരം, ക്രിസ്തുമത നിരൂപണം, ആദിഭാഷ, തമിഴകം, ദ്രാവിഡ മഹാത്മ്യം, മോക്ഷപ്രദീപ ഖണ്ഡനം, കേരളത്തിലെ ദേശനാമങ്ങൾ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഡിഡ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കണ്ടക്ട് ദി എത്താപ്പു സമരം ടു സെക്യൂർ ദ റൈറ്റ് ഫോർ ലോവർ കാസ്റ്റ് വിമൻ ടു വെയർ ഗോൾഡ് ഓർണമെന്റ്സ്? അതായത് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന എത്താപ്പു സമരം നടന്ന ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് 1859 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പക്ഷെ PSC ഒന്ന് കൊടുത്തത് ആൻസർ എന്ന് പറഞ്ഞാൽ 1860 ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ 1889 കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ he was a morning star of കേരള റെനൈസൻസ്. കേരള നവോത്ഥാനത്തിലെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള റെനൈസൻസിലെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരെന്ന് പറയുന്നത് കല്ലിശ്ശേരി വേലായുധ ചേകവരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരെന്ന് പറയുന്നത്. അദ്ദേഹം 1852
മംഗളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശിവ പ്രതിഷ്ഠ നടത്തുക, ശ്രീനാരായണ ഗുരു ഒക്കെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പേ നടത്തിയ ഒന്നായിരുന്നു ഈ ഒരു മംഗളം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അച്ചിപ്പുടവ സമരം, അതായത് അച്ചിപ്പുടവ 1858 അച്ചിപ്പുടവ സമരം നടത്തുന്നുണ്ട്. ഒരു കായംകുളത്ത് അദ്ദേഹം അച്ചിപ്പുടവ സമരവും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1859 മുക്കുത്തി സമരവും, അതായത് മുക്കുത്തി ധരിക്കാനുള്ള, പന്തളത്ത് വെച്ച് മുക്കുത്തി സമരം നടത്തുന്നുണ്ട്. മുക്കുത്തി ധരിക്കാനുള്ള അവകാശം എന്നുള്ളത് ഈഴവാദി പിന്നാക്ക ജാതിക്കാർക്കൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത് മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു. അതോടൊപ്പം തന്നെ എത്താപ്പ് സമരം, എത്താപ്പ് സമരം 1868 പന്തളത്താണ് അത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കരുവാട്ട ലേബർ സ്ട്രൈക്ക് ശരിക്കും 1859 60 ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. പക്ഷെ BSc കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് 1860 അതോടൊപ്പം തന്നെ കരുവാട്ട ലേബർ സ്ട്രൈക്ക് തൊഴിലാളി സമരം കൂടി അദ്ദേഹം നടത്തുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ബേസ് ചെയ്തുള്ള സിനിമയായിരുന്നു 19ാം നൂറ്റാണ്ട്, വിനയം സംവിധാനം ചെയ്ത 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, The Ezhava Memorial, signed by over 13,000 people and submitted to the Maharaja of Travancore in 1896, was primarily drafted by ആരാണ് ഈ ഒരു ഈഴവ മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് 1896 ഈഴവ മെമ്മോറിയൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 1891 മലയാളി മെമ്മോറിയലിന് പിന്തുടർന്ന് വന്ന് അതിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് ഈ 1896 ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് എന്നാണ് സബ്മിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 3, 1896 സബ്മിറ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റഡ് ബൈ ഡോക്ടർ പൽപ്പു ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സബ്മിറ്റഡ് ടു ശ്രീ മൂലം തിരുനാൾ മഹാരാജ ഓഫ് തിരുവിതാംകൂറിലെ ശ്രീ മൂലം തിരുനാളാണിത് സബ്മിറ്റ് ചെയ്യുന്നത്. 13,176 പേരാണ് ഇതിന് ഒപ്പ് ഇടുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു തിരുവിതാംകോട്ടെ ഈഴവർ എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന ആ ഒരു ഭീമ ഗർജിയായിരുന്നു ഇത്. പക്ഷെ ഇത് കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അന്നത്തെ മൂലം തിരുനാൾ രാജാവ് ഇത് തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഇത് വൈസ്രോയ്ക്കാണ് കൊടുക്കുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തന്നെ കഴ്സൺ പ്രഭു നാട് ഭരിക്കുമ്പോൾ അന്ന് കൊടുക്കുന്നുണ്ട്. 10,000 പേരുടെ ഒപ്പോട് കൂടി തന്നെ കഴ്സൺ പ്രഭുവിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്താ ചെയ്യുന്നത്? തള്ളി പോവുകയാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ പാലിയം സത്യാഗ്രഹ ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ റിഫോം ഇൻ കൊച്ചി. ഹൂ വാസ് ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദി സത്യാഗ്രഹ? പാലിയം സത്യാഗ്രഹ, വൈക്കം ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പീസ് ചോദിക്കുന്നത് പാലിയം സത്യാഗ്രഹത്തെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് AG വേലായുധനാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1948 ഫെബ്രുവരി 15 AG വേലായുധന്റെ മാറ്റം ഉണ്ടാകുന്നത്. ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് C കേശവനായിരുന്നു. പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും കെ കിളപ്പനും IC ചാക്കോയും EMS നമ്പൂതിരിപ്പാടും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഈ പാലിയത്തച്ഛന്റെ തറവാട്ടിന് അടുത്തുകൂടി ബാക്കിയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അതായിരുന്നു പിന്നെ എന്തിലേക്ക് കടന്നത്? ഈ ഒരു പാലിയം സത്യാഗ്രഹത്തിലേക്ക് വഴിവെച്ചത്. ഓക്കെ, ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ പാലിയം പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഓപ്പണിംഗ് ദ റോഡ്സ് ആൻഡ് ടെമ്പിൾസ് ഓഫ് ദ കൊച്ചി സ്റ്റേറ്റ് ടു ഓൾ ഹിന്ദുസ്. ഈ ഒരു പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കൊച്ചി രാജ്യത്തെ എല്ലാ റോഡുകളും എല്ലാ വീഥികളും എല്ലാ ജാതിക്കാർക്കും വേണ്ടി തുറന്നു കൊടുത്തു. അടുത്തത്, വിച്ച് സോഷ്യൽ റിഫോമർ ഫൗണ്ടഡ് ദ ചേരമർ മഹാജന സഭ ഇൻ 1921? ചേരമർ മഹാജന സഭ എന്ന് പറയുന്ന സംഘടന 1921 സ്ഥാപിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പാമ്പാടി ജോൺ ജോസഫ്, ഓപ്ഷൻ ബി കവരിക്കുളം കണ്ടൻകുമാരൻ, ഓപ്ഷൻ സി കുറുമ്പൻ ദൈവത്താൻ, ഓപ്ഷൻ TK മാധവൻ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. കാരണം നമ്മൾ ഈ ഒരു കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേരി യോഹന്നാനെ പറ്റി പഠിച്ചല്ലോ. അതുകൊണ്ട് അതേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്നത്. ഓക്കെ, പാമ്പാടി ജോൺ ജോസഫ് 1887 മുതൽ 1940 വരെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത കാലയളവ് എന്ന് പറയുന്നത്. ഫൗണ്ടഡ് ചേരമർ മഹാജനസഭ ഇൻ 1921. 1921 അദ്ദേഹം ചേരമർ മഹാജനസഭ സ്ഥാപിക്കുന്നത്. ചേരമർ ദൂതൻ ആൻഡ് ചെറുമാ ബോയ് എന്ന് പറയുന്ന 2 കൃതികളും അദ്ദേഹം എഴുതുന്നുണ്ട്. മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ, അതായത് തിരുവിതാംകൂറിന്റെ പാർലമെന്റ് ആയിരുന്ന ശ്രീമൂലം പ്രജാസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ദളിതായിട്ട്
ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ ആളുകൾ ഈ കുമാര ഗുരുദേവന്റെ കാര്യം പറഞ്ഞ പോലെ വിവേചനം നേരിട്ടിരുന്നു. അവരെ സംഘടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് കവരിക്കുളം കണ്ടൻ കുമാരനാണ്. 1863 മുതൽ 1934 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അയ്യൻകാളി ഓഫ് സെൻട്രൽ ട്രാവൻകൂർ ആൻഡ് കവരിക്കുളം ഗുരുദേവൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മധ്യ കേരളത്തിലെ അയ്യൻകാളി എന്ന പേരിൽ അറിയപ്പെടുന്നത് കവരിക്കുളം കണ്ടൻ കുമാരനാണ്. ഫൗണ്ടഡ് ദ ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം ഇൻ 1911 ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നുണ്ട്. ശ്രീമൂലം പ്രജാസഭ ഇൻ 1915 ആൻഡ് സെർവ്ഡ് ഫോർ 14 ഇയേഴ്സ്. അത് ശ്രീമൂലം പ്രജാസഭയിൽ 14 വർഷത്തോളം അംഗമായിരുന്നു 1915 മുതൽ. അഡ്വക്കേറ്റ് ഫോർ ദ നെയിമിംഗ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആസ് ഭരതർ ഇൻസ്റ്റെഡ് ഓഫ് ഡെറഗേറ്ററി കാസ്റ്റ് നെയിംസ്. അതായത് അന്നുണ്ടായിരുന്ന ദളിതർക്ക് ഈ പറയുന്ന പല ഡെറഗേറ്ററി ആയിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഭരതർ എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടുവരണമെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു കവരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ എന്ന് പറയുന്ന അദ്ദേഹം ബോൺ ഇൻ ഇരവിപേരൂർ, പത്തനംതിട്ടയിലെ ഇരവിപേരൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. നമ്മുടെ കുമാര ഗുരുദേവനെ പോലെ തന്നെ. ഫൗണ്ടഡ് ദ ഹിന്ദു പുലയ സമാജം 1917 ഹിന്ദു പുലയ സമാജം തുടങ്ങിയിട്ടുണ്ട്. നോമിനേറ്റഡ് ടു ദ ശ്രീമൂലം പ്രജാസഭ ഇൻ 1970 1917 ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ദളിത് ചരിത്രം എടുക്കുകയാണെങ്കിൽ പാമ്പാടി ജോൺ ജോസഫ് ഉണ്ട്, കവരിക്കുളം കണ്ടൻകുമാരനുണ്ട്, കുറുമ്പൻ ദൈവത്താനുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും അയ്യൻകാളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒത്തിരി മൺമറഞ്ഞു പോയ അധികം ചോദിക്കാത്ത വ്യക്തികളുണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ നിന്നായിരിക്കും വരുന്നത്. സോ എല്ലാവരും പഠിക്കുന്ന ഒരു തിരക്കിലായിരിക്കും. ഈ ഒരു വർഷം അവസാനം തന്നെ നമ്മുടെ LD ടൈപ്പിസ്റ്റ് എക്സാം വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. സെക്രട്ടേറിയറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോയത് അത്യാവശ്യം നല്ല നിയമനമൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിനെ പറ്റിയിട്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ബാച്ചിനെ പറ്റി അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം അറിയിക്കുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ഫ്രീ ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യണം. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.